മതി സാർ, കഴിച്ചോ? മതി മതി മതി, ഇഷ്ടം പോലെ കഴിച്ചോ. ഇനി ഞാനെടുത്തോളാം. കുറെ നാളായി രുചിയുള്ള എന്തേലും കഴിച്ചിട്ട്. സാറ് വെജിറ്റേറിയനാ? നോൺ മുമ്പ് കഴിച്ചിരുന്നു, ഇപ്പൊ ഇല്ല. പ്യുവർ വെജിറ്റേറിയൻ? പ്യുവർ വെജിറ്റേറിയൻ. പോലീസിൽ പ്യുവർ വെജിറ്റേറിയനോ? ഈശോ MA എവിടെയാണ് പഠിച്ചത്? ഞാൻ മാർവാനി. ഈശോ, ആ പേര് സാറിനെങ്ങനെ അറിയാം? എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളൂ. ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു. ആർക്ക്? നാദാമംഗലത്തെ മാണിക്കുഞ്ഞിന്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പറ, മാണിക്കുഞ്ഞ് ഈ പേരെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. നിനക്കെല്ലാം അറിയാം. ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി നീയാണ്. പറ അലക്സ്, അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു? പറയടാ, പറയടാ, പറയാൻ. തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ? നാളെ ഹാജരാക്കും സർ. വെറുതെ കുറ്റം സമ്മതിച്ചോ? ആദ്യമൊക്കെ സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി. പോലീസും CBIയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം സമ്മതിച്ചാണെന്നും കൂടി അവൻ കോടതി പറഞ്ഞു. അത് യൂഷ്വൽ അല്ലേ? ഏത് പ്രതിയാ കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്? അവനെ ചാർജ് ചെയ്യാനുള്ള തെളിവുകളൊക്കെ ഇല്ലേ? 100%. പരിസരത്ത് അവനെ കണ്ട സാക്ഷികൾ, 2 വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ്സ്, പിന്നെ കളവ് മുതൽ കണ്ടെടുത്ത എക്സെട്ര. ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം. ഇത് വെച്ച് ഒറ്റ അടിയ തലയ്ക്ക് സ്കള്ള് ചെതറി പീസാവും. ഒരു മോഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി ഹീസ് എ മാനിയാക് സീരിയൽ കില്ലർ. ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോൾ ആളുകൾ പെടഞ്ഞ് മരിക്കുന്ന കണ്ടാൽ അവന് രസം കയറും. ഡോക്ടേഴ്സ് അവൻ്റേത് വളരെ പെക്യുലർ കേസാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം സാർ. ഓക്കെ, ശരി സർ. ബാലഗോപാൽ സർ. 1 മിനിറ്റ്. ഈ മാണിക്കുഞ്ഞ് ചുമരിൽ എഴുതിയ ഈശോ അലക്സിന്റെ ഇരട്ട പേരാണെന്ന് സംശയം തോന്നാൻ കാരണം? അലക്സിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി സർ. വലിയ വലിയ കൊള്ളകൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പറൻറ്റി, കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും. കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ട് കൊള്ള നടത്തും. ഡീറ്റെയിൽസ്. താങ്ക് യു സർ. മാണിക്കുഞ്ഞിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം. അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ആർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു. അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത്. സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് CBIക്ക് അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത്. വണ്ടർഫുൾ, ജസ്റ്റ് വണ്ടർഫുൾ. താങ്ക് യു സർ. ഇത്രയും കേട്ടതിൽ നിന്നും സാറിനെ അവൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഊഹമുണ്ടോ? നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്. ഇപ്പൊ 2 പേർക്ക് ഈ കാര്യം അറിയൂ. ഒന്ന് അലക്സ്, മറ്റൊന്ന് ഊപ്പർവാല. അലക്സ്, ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ, പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ശരി സർ. ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ എനിക്കുള്ളൂ. ഞാൻ സത്യമേ പറയൂ, സാറ് വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്കൊരു ഉൾവിളി ഉണ്ടായി. ദൈവം എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി, ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന്. വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി. ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത 3 കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരക്ഷാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ 2 പേരെ കൊന്നത് ദൃക്സാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു.
തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നുവെന്ന്. നാദാമംഗലത്തെയും ഇരണിയിലെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണമൃഗമായി തീർന്നിരുന്നു. ഇതൊരു കൺഫെഷനാണ്. ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു. എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യസ്നേഹി, ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു തന്ന മഹാൻ. പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ. മനസ്സിലായില്ല. ആ 7 കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ, മറിച്ച് 6 എണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ. ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാ. കള്ളം, പച്ചക്കള്ളം. 6 അല്ല 7 ഇവൻ തന്നെയാ ചെയ്തു. എന്നിട്ട് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പ്ലീസ് ലെറ്റ് ഹിം കംപ്ലീറ്റ് ഇറ്റ്. പറയൂ. ഇങ്ങനൊരു രഹസ്യമല്ല, സത്യം ഇപ്പോൾ പറയുന്നുകൊണ്ട് യാതൊരു ദൈവോദാക്ഷിണ്യമോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത്. എൻ്റെ ഈ മോഹം കണ്ടാലറിയില്ലേ, എനിക്കൊട്ടും പരിഭ്രമവും ഭയവുമില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം? ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം എന്നെ പ്രേരിപ്പിച്ചു വന്നത്. മറ്റൊന്ന്, 7ാമത്തെ കൊല ആര് ചെയ്തു അവർ ഇന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ. അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത്. അതുകൊണ്ടാവണം ദൈവം ഈ അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആരാണ് ഇതിൽ 7ാമത്തെ ആൾ? മാണിക്കുഞ്ഞ്, നാദാമംഗലത്തെ 2 പേരിൽ ഒരാൾ. എന്നാ വിധി നടപ്പാക്കേണ്ട ദിവസം? തീയതി തീരുമാനിച്ചു? എന്ന് വേണമെങ്കിലും സംഭവിക്കാം സാർ. എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസമേ ഉള്ളൂ. എന്താ സാർ? നത്തിങ്. സിഐഡികൾ രണ്ടുപേരും കുറെ നേരമായി നിന്ന് തല പോയിക്കുന്നു. വല്ലതും പറയാറായോ? പറയട്ടെ. അലക്സ് പറഞ്ഞത് വിശ്വസിക്കാം. കാരണം ഈ മാണിക്കുഞ്ഞിനെ കൊന്നത് അലക്സ് അല്ലെന്ന് വന്നാൽ അയാള് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ? ഇല്ല, ഒരു സാധ്യതയുമില്ല. അപ്പോ തീർച്ചയായിട്ടും അയാള് പറഞ്ഞത് വിശ്വസിക്കാം. കാരണം എന്തെങ്കിലും ദൈവോദാക്ഷിണ്യോ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ലോ പാവം. CBI അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത 3 മർഡർ കൂടി അയാള് സമ്മതിച്ചില്ലേ? അതുവരും ചോദിച്ചിട്ടില്ലല്ലോ. അത്രയൊക്കെ സത്യം അയാള് പറഞ്ഞെങ്കിൽ അയാളെ വിശ്വസിക്കാം. കുട്ടിത്തലയിൽ ആൾതാമസമുണ്ട്. അപ്പോ ഇക്കാര്യത്തിൽ CBIയുടെ അഭിപ്രായം? വിശ്വാസം മാത്രം പോരല്ലോ. സാധാരണ മനുഷ്യരെക്കാൾ റാഷണലാണ് പോലീസുകാരൻ്റെ മനസ്സ്. അതിനെ കൂടെ കൺവിൻസ് ചെയ്യണം. എനിവേ, അവനെ പ്രേരിപ്പിച്ച് ദൈവം തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ. തീർച്ചയായിട്ടും കാണിച്ചു തരും. കണ്ടോ? ലെറ്റ് us hope. സൗകര്യങ്ങളൊക്കെ മതി ചാക്കോ? ധാരാളം. അധികമായോ എന്നാണ് സംശയം. പെങ്ങളുടെ പേരുള്ള വീടായിരുന്നു. തറവാട്ട് വീട് ആരുമില്ലാതെ കിടന്ന് നാശമായി പോകണ്ടെന്ന് കരുതി ഞാൻ അവരെ അവിടെ നിർബന്ധിച്ച് താമസിപ്പിച്ചിരിക്കുക. ഞങ്ങളെ അതെന്താ വിട്ടു കളഞ്ഞത്? ഓ, സമ്മതിച്ചു. കറ്റമണിയൊക്കെ ഉടമ്പടിയായി. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. പിന്നെ എന്താ? ഇതിന്റെ വാടക അച്ഛന് കൊടുക്കരുത്, ഞങ്ങക്ക് തരണം. പോക്കറ്റ് മണി ഒരു ചില്ലി കാശ് തരില്ല അച്ഛൻ. എനിക്കും കൂടെ അല്ലേ? അല്ല, നിനക്കാരാ തരാൻ പോണേ? ഞങ്ങളതൊക്കെ ഞാൻ ഫോർമാലിറ്റിക്ക് പറഞ്ഞല്ലേ. ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആനകൾ. അത്രയ്ക്ക് ആനക്കമ്പോ ആണോ അളിയൻ സ്വാമിക്ക്? ആണോന്നോ? ചിലപ്പോ അമ്മയുടെ പേരുമല്ലോ അച്ഛൻ മറന്നു. പക്ഷേ ഏത് അർദ്ധരാത്രിക്ക് ചോദിച്ചാലും എല്ലാ ആനയുടെ പേരും കാണാപ്പാടാം. ഗുരുവായൂർ കേശവൻ, നീലകണ്ഠൻ, കുട്ടിശങ്കരൻ, രാമൻകുട്ടി, വലിയ കേശവൻ, തിരൂർ കല്യാണി. തിരൂർ കല്യാണി. ചിലപ്പോ ആ പേരില ഞങ്ങളെ വിളിക്ക. ചാപ്പാട്ടൊക്കെ കുഴമ്പന്നെ വേണം, സാമ്പാറാ കാളനാ? കുട്ടിസ്വാമിയുടെ ഇഷ്ടം എന്നോട് ഇഷ്ടം. ഹായ്, അടിപൊളി തമിഴാണല്ലോ. കുട്ടിസ്വാമി അങ്ങനെ റെഗുലർ കുക്കൊന്നുമല്ല. അളിയൻ അമ്പിസ്വാമിയുടെ അസ്മാദിയ. ഈ പൂരത്തിനൊക്കെ കൂട്ടുപോകാൻ ഒരാൾ വേണ്ടേ? പൂരം ഇല്ലാത്തപ്പോ ഫുൾ ടൈം കുക്കിംഗ്. പക്ഷെ കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ വൈഭവം. നോ ഗ്യാരണ്ടി. കുടിക്ക്. ഈ ആനയ്ക്കൊക്കെ വെച്ച് വിളമ്പുന്ന കുട്ടിസ്വാമിയാണോ? ഇല്ലേ. പിന്നെന്താ ഒരു ക്ഷീണം? ക്ഷീണമുണ്ടോ? പിന്നെ ഈ അവിയലും സാമ്പാറും മാത്രം കഴിച്ചാ പോരാ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളെ പോലെ ബീഫ് ഫ്രൈയും കഴിക്കണം. ശിവ ശിവ. അസ്പഷ്ട സ്പഷ്ട മാത്രമാണ് ജന്മ സംസാര ബന്ധനാഥ്. അസ്പഷ്ട സ്പഷ്ട മാത്രമാണ് ജന്മ സംസാര ബന്ധനാഥ്. ആരാ? ഈ CBI ഓഫീസർ സേതുരാമയ്യർ സർ. ഗണേശ,
ഇങ്ങോട്ട് പോരെ, ഇത് തന്നെ സ്ഥലം. അയ്യർ സാർ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഓഫീസറാണ്. ഫസ്റ്റ് അസൈൻമെന്റ് അദ്ദേഹത്തോടൊപ്പം കിട്ടിയത് തന്റെ ഭാഗ്യം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗണേഷ് ഇപ്പൊ പ്രൊബേഷനില്ല. സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ് സർ. അച്ഛൻ പത്മനാഭൻ LIC ഡിവിഷണൽ ഓഫീസർ. അമ്മ ശ്രീലക്ഷ്മി ഹൗസ് വൈഫ്. അനിയത്തി ഗൗരി ഫസ്റ്റ് ഇയർ BA വിമൻസ് കോളേജിൽ പഠിക്കുന്നു സർ. സാമിക്കുട്ടിയാ? സാമിക്കുട്ടിയല്ല, നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ് എനിക്കിഷ്ടം. ചാക്കോ, മീശ പിരിച്ചു വെച്ചിരുന്നല്ലയോ? വേണ്ട, പിരിക്കാറാവുമ്പം പറയാം. അതാ മുറി ചെന്ന. ഹലോ, ഐ എം രശ്മി. ഹായ്. സേതുരാമയ്യറിന്റെ നീസ്. BBM സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞു. ആർ യു ഫ്രം CBI? യാ. കാണാൻ ഹാർഡ്വെയർ ലുക്ക് ഒന്നും ഇല്ലല്ലോ. വെരി സോഫ്റ്റ്. today onwards we are on the game. Let's wish good luck ourselves. വഴി കറക്റ്റാണോ? കുറെ വർഷമായില്ലേ, ഏതായാലും ഒന്ന് ചോദിച്ചേക്കാം. ഈ ഇരണിയല്ലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലോട്ട്.